നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPIയെ പ്രതിക്കൂട്ടിലാക്കി ഒളിക്യാമറ ദൃശ്യങ്ങൾ. ഇതോടെ പാർട്ടി അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. CPIയിൽ വിഭാഗീയത സജീവമാണ്. സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ മരണശേഷവും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ഇതോടെ CPI സംഘടനാ പരിശോധനയിലേക്ക് കടന്നു. കോട്ടയത്ത് നിന്നുള്ള സംസ്ഥാന നിർവാഹക സമിതി അംഗത്തിനെതിരെ ഒളിക്യാമറ ദൃശ്യങ്ങൾ തെളിവാക്കി നൽകിയ പരാതിയിൽ 2 അംഗ കമ്മീഷനെയാണ് നിയമിച്ചത്. പത്തനംതിട്ടയിലെ ജില്ലാ നേതാവ് CPI ഭരിക്കുന്ന വകുപ്പിൽ സ്ഥലം മാറ്റം വാങ്ങി നൽകാൻ പണം വാങ്ങുന്നുവെന്നതാണ് മറ്റൊരു പരാതി. ഇതിൽ ഏകാംഗ കമ്മീഷനെയും വെച്ചു. ഒളിക്യാമറ പരാതി മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. ഇതിൽ ഇനിയും നടപടി വൈകിയാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന ഭീഷണിയും എത്തി. ഇതോടെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. KP രാജേന്ദ്രൻ, കമല സദാനന്ദൻ എന്നിവരാണ് ഒളിക്യാമറ പരാതി അന്വേഷിക്കുന്നത്. പാർട്ടി ഓഫീസിൽ വെച്ച് സംഘടനാ സദാചാരത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഓഫീസിലെ മറ്റൊരാളാണ് ക്യാമറയിൽ പകർത്തിയത്. കാനപക്ഷ നേതാവാണ് ആരോപണ വിധേയൻ. പരാതി പരിശോധിക്കുന്നതും കാനത്തിനോട് വിശ്വാസ്യത പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ എടുക്കുന്ന തീരുമാനം നിർണായകവുമാണ്. കോട്ടയത്തെ ഒളിക്യാമറയും വിഭാഗീയതയുടെ ഭാഗമാണ്. ഒളിക്യാമറയിൽ കോട്ടയം ജില്ലയുടെ ചുമതലയിലുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തിനെതിരെയാണ് അന്വേഷണം. ജില്ലാ കൗൺസിൽ രേഖാമൂലം പരാതി നൽകിയ സാഹചര്യത്തിലാണ് അന്വേഷണം തീരുമാനിച്ചത്. എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന മുറിയിലാണ് ഒളിക്യാമറ വെച്ചത്.